വൈശാലി ഭാഗം 1. തുലാവർഷ മഴ ആർത്തു പെയ്തു. കോളേജിന്റെ മുന്നിൽ നിന്ന് അവൾ മഴയിലേക്ക് നോക്കി നിന്നു. മഴയിലേക്ക് നോക്കി നിൽക്കുമ്പോഴും അവളുടെ മനസ്സ് മറ്റെവിടെയോ ആണ്. വൈശാലി ടീച്ചർ പോകുന്നില്ലേ? ആ ശബ്ദമാണ് അവളെ ചിന്തകളിൽ നിന്ന് ഉണർത്തിയത്. മഴ തോർന്നിട്ടാവാമെന്ന് കരുതി ശ്യാമ ടീച്ചറെ. അവൾ ഒരിളം പുഞ്ചിരിയോടെ തിരികെ മറുപടി കൊടുത്തു. കുട എടുത്തിട്ടില്ലേ? ഉണ്ട്. അതേ പുഞ്ചിരിയോടെ ഒറ്റ വാക്കിൽ അവൾ മറുപടി തീർത്തു. എങ്കിലും ഞാൻ നടക്കട്ടെ. എൻ്റെ ഹസ്ബൻഡ് ഗേറ്റിൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. ടീച്ചർ വരുന്നുണ്ടോ? ഞാൻ വേണമെങ്കിൽ ഹസ്ബൻഡിനോട് പറഞ്ഞിട്ട് വീട്ടിലേക്ക് ആക്കിത്തരാം. വേണ്ട. അവൾ അത് സ്നേഹപൂർവ്വം തന്നെ നിരസിച്ചു. സമയം അല്പനേരം കൂടി കടന്നുപോയി. പേമാരി പോലെ പെയ്തിരുന്ന മഴയ്ക്ക് കുറച്ച് ശമനം വന്നു. മഴ ചെറുതായൊന്ന് കുറഞ്ഞതും അവൾ വീട്ടിലേക്ക് നടന്നു. പ്രശസ്തമായൊരു കോളേജിൽ BA ഭരതനാട്യം പഠിപ്പിക്കുന്ന ടീച്ചറാണ് വൈശാലി. വീടിനടുത്ത് നിന്ന് അധികം ദൂരമില്ലാത്തതിനാൽ നടന്നാണ് വൈശാലി കോളേജിലേക്ക് പോയിരുന്നത്. നടന്നു പോകുമ്പോഴും അത്യാവശ്യം നന്നായി തന്നെ മഴ പെയ്യുന്നുണ്ടായിരുന്നു. ശരീരത്തിലേക്ക് വന്ന് പതിക്കുന്ന മഴത്തുള്ളികൾ അവളെ ഒന്ന് വിറകൊള്ളിച്ചുവെങ്കിലും അതിനെ വകവയ്ക്കാതെ അവൾ മുന്നിലേക്ക് നടന്നു. മെയിൻ റോഡിൽ നിന്നും ചെറിയൊരു ഇടവഴി തിരിഞ്ഞു കയറി വേണം വീട്ടിലേക്ക് പോകാൻ. ചെറിയ രീതിയിലുള്ള ഒരു 4 തറവാടാണ് അവളുടെ വീട്. ഗേറ്റ് തുറന്ന് അകത്തേക്ക് കയറി ബാഗിൽ നിന്നും താക്കോലെടുത്ത് വീട് തുറന്നു. നല്ല രീതിയിൽ മഴ പെയ്യുന്നതിനാൽ നടത്തളത്തിൽ നിറയെ വെള്ളം നിറഞ്ഞിട്ടുണ്ട്. അതൊന്നും കാര്യമാക്കാതെ അവൾ മുറിയിലേക്ക് നടന്നു. നനഞ്ഞ സാരിയെല്ലാം മാറി കുളിച്ച് വൃത്തിയായി കട്ടിലിലേക്ക് വന്ന് കിടന്നു. പുറത്തു പെയ്യുന്ന മഴയുടെ ശബ്ദത്തിൽ അവൾക്ക് വല്ലാത്ത അസ്വസ്ഥത തോന്നി. ചെവി രണ്ടും അടച്ചു പിടിച്ച് അവൾ കട്ടിലിന്റെ ഒരു വശത്തേക്ക് ചരിഞ്ഞു കിടന്നു. വൈശു ടീച്ചറെ! പെട്ടെന്ന് അവളുടെ കാതിൽ ആ ശബ്ദം വന്ന് പതിച്ചു. ഞെട്ടലോടെ അവൾ ചെവിയിൽ നിന്ന് കൈകൾ മാറ്റി തിരിഞ്ഞു നോക്കി. വാതിലിന്റെ അടുത്ത് ചുണ്ടിൽ കള്ളച്ചിരിയും മുഖത്ത് നിറയെ കുസൃതിയുമായിട്ടൊരുവൻ. മഴ നനഞ്ഞതുകൊണ്ട് മുടിയൊക്കെ ചെറുതായി നനഞ്ഞിട്ടുണ്ട്. അതിൽ നിന്ന് 1-2 മുടി മുന്നിലേക്ക് വീണ് കിടക്കുന്നു. അവന്റെ കണ്ണിലെ തിളക്കത്തിലേക്ക് ഒരു നിമിഷം കണ്ണെടുക്കാതെ അവൾ നോക്കി നിന്നു. എന്നാൽ അടുത്ത നിമിഷം അവളിൽ ദേഷ്യം നിറഞ്ഞു. കട്ടിലിൽ നിന്ന് അവന്റെ അടുത്തേക്ക് പാഞ്ഞു ചെന്നു. അവൻ മുറിക്ക് പുറത്താണ് നിൽക്കുന്നത്. താനോ? താനെന്താ ഇവിടെ? ചോദിക്കാതെയും പറയാതെയും വീടിനകത്ത് കയറി വരാൻ തനിക്ക് ആരാണ് അധികാരം തന്നത്? അവൾ ദേഷ്യത്തോടെ ഒരു മയവും ഇല്ലാതെ അവനോട് ചോദിച്ചു. വാതിലടയ്ക്കാതെയാണോ ടീച്ചറെ കിടന്നുറങ്ങുന്നത്? ചുണ്ടിലൊളിപ്പിച്ച കള്ളച്ചിരിയോടെ അവൻ അവളോട് തിരികെ ചോദിച്ചു. അതിന് തനിക്കെന്താ? ദേഷ്യത്തിൽ തന്നെ അവൾ അവനോട് തിരികെ ചോദിച്ചു. വൈശാലി ടീച്ചർ ഭയങ്കര ചൂടിലാണല്ലോ. ഇത്ര മഴയുണ്ടായിട്ട് ഇത്രയും ചൂടോ? കുസൃതിയോടെ തന്നെ അവൻ തിരികെ പറഞ്ഞു. പോകാൻ നോക്കു വിഷ്ണു. ഇനി ആളുകൾ കണ്ടിട്ട് അതും ഇതും പറയാൻ തുടങ്ങും. എന്നെ ഒന്ന് വെറുതെ വിട് നീ. അവൾ അവന് മുന്നിൽ യാചിച്ചുകൊണ്ടെന്നതുപോലെ ചോദിച്ചു. ഒരു പുഞ്ചിരിയോടെ അവൻ അവളിൽ നിന്ന് പിന്തിരിഞ്ഞു നടന്നു. ഇപ്പൊ പോകാം, പക്ഷെ ഞാനിനിയും വരും. അവളുടെ നേർക്ക് തിരിഞ്ഞു നോക്കി ഒരു പുഞ്ചിരിയോടെ വീണ്ടും പറഞ്ഞ് അവൻ അവിടെ നിന്ന് തിരിഞ്ഞു നടന്നു. ഒന്ന് നിശ്വസിച്ചുകൊണ്ട് അവൾ വന്ന് വാതിലടയ്ക്കുമ്പോഴും അവളുടെ കണ്ണുകൾ മുന്നിലേക്കൊന്ന് നീണ്ടു. അപ്പോഴും മുന്നിലെ 2 നില വീടിന്റെ വരാന്തയിൽ അവളെ നോക്കിയെന്ന പോലെ കുസൃതി ചിരിയോടെ അവൻ ഇരിക്കുന്നുണ്ടായിരുന്നു. ആ വാതിൽ അടയുന്നത് വരെ അവൻ അവിടെ തന്നെ അവളെ നോക്കിയിരുന്നു. തുടരും. അപ്പോൾ ഇത് നമ്മുടെ സ്റ്റോറിയുടെ ഫസ്റ്റ് പാർട്ട് അല്ലെങ്കിൽ പ്രൊമോയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലേ എന്നുള്ളത് കമൻ്റായിട്ട് അറിയിക്കുക. പ്രൊമോനെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം അത് കമൻ്റായിട്ട് ഇടുക. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ. എല്ലാ ദിവസവും റെഗുലറായിട്ട് സ്റ്റോറിയുടെ പാർട്ട് ഉണ്ടാവുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക. അപ്പോൾ അടുത്ത പാർട്ടായിട്ട് നാളെ വരാം കേട്ടോ. ബൈ.